बढ़ेंगे साथ मिला के हाथ, पहुँचेंगे हर मुकाम पर, सुनाएंगे सुसमाचार, कलीसिया का होगा प्रसार। बढ़ेंगे साथ मिला के हाथ, पहुँचेंगे हर मुकाम पर, सुनाएंगे। परमेश्वर का नाम की महिमा हो। आज परमेश्वर का वचन से हम मनन करने जा रहे हैं पहला कुरिन्दी पहला अध्याय, उसका पहला और दूसरा आयत। पौलुस की ओर से जो परमेश्वर की इच्छा से यीशु मसीह का प्रेरित होने के लिए बुलाया गया, और भाई सुसनेस की ओर से परमेश्वर की उस कलीसिया के नाम जो कुरिन्थस में है, अर्थात उनके नाम जो मसीह यीशु में पवित्र किए गए और पवित्र होने के लिए बुलाए गए हैं, और उन सबके नाम भी जो हर जगह हमारे और अपने प्रभु यीशु मसीह के नाम की प्रार्थना करते हैं। നമ്മുടെ ഇന്നത്തെ ദൈവ വചന ധ്യാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് സഭ എന്നുള്ളതാണ്, ചർച്ച്। व्हाट इज चर्च? कलीसिया क्या होता है? हम उसके बारे में आज मनन करेंगे, सीखने की कोशिश करेंगे। कलीसिया क्या है? സഭ എന്ന് പറയുന്നത് എന്താണ്? സാധാരണഗതിയിൽ നാം പഠിച്ചു വെച്ചിരിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ। അത് സത്യമാണ്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ। हम ऐसे जानते हैं कि जो उद्धार पाए गए हैं उनका झुंड है कलीसिया। वो सच है, वो सही है। जो कलीसिया अगर कहलाता है तो उसमें उद्धार पाया हुआ जन होना चाहिए। അത് മാത്രമാണോ സഭ? ദൈവവചനത്തിൽ ചർച്ച എന്ന് പറയുന്നത്, പള്ളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് എന്താണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെ, തിരുവഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം। ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, ഞാനിത് എഴുതിയിരിക്കുന്നത് കൊരിന്തിലെ ദൈവസഭയ്ക്കാണ്। यहाँ पे जो वचन हमने पढ़ा था, वहां पे पहला कुरिन्दी पहला अध्याय का पहला भाग में लिखा है कि मैंने कुरिन्थिस में जो कलीसिया है उसको लिख रहा हूं। कलीसिया, कुरिन्थिस में जो കലിസിയ ഹെ, കൊരിന്തിലുള്ള സഭ। നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ പ്രത്യേകാൽ ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഗലാത്തിയിലെ സഭകൾ, കൊരിന്തിലെ സഭ, എഫെസോസിലെ സഭ, അത് മാത്രമല്ല വെളിപ്പാട് പുസ്തകം കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് 7 ദേശത്തെ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്। അപ്പോൾ ഓരോ സ്ഥലത്തുമുള്ള ദൈവസഭ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സഭ എന്നാൽ എന്താണ്? हम देखते हैं कि वचन में जब लिखा गया कि कुरिन्थियों का सब कलीसिया, गलातियों का कलीसिया, एफेसोस का कलीसिया, और प्रकाशित वाक्य में 7 कलीसियों के बारे में लिखा है। उसका मतलब क्या है? कलीसिया क्या होता है? प्रेरितों के पत्रिका 20वें अध्याय उसका 28वां आयत देखिए। Acts chapter 20 verse 28. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ സഭ ദൈവത്തിൻ്റെതാണ് എന്നാ പറഞ്ഞിരിക്കുന്നു. സഭ ദൈവത്തിൻ്റെതാണ്. ചർച്ച് ഈസ് ഓഫ് ഗോഡ്. यहाँ पे लिखा है इसलिए अपनी ओर
पूरे झुंड की चौकसी करो जिसमें पवित्र आत्मा ने तुम्हें अध्यक्ष ठहराया है कि तुम परमेश्वर की कलीसिया की रखवाली करो जिसे उसने अपने लहू से मोल लिया है। कलीसिया परमेश्वर की है, कोई संस्था की नहीं है, कोई व्यक्ति की नहीं है, कोई झुंड की नहीं है। സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെതല്ല, ഒരു ഓർഗനൈസേഷൻ്റെതല്ല, ഒരു സംഘടനയുടേതല്ല, ഒരു വ്യക്തിയുടേതല്ല, ചില വ്യക്തികളുടേതല്ല. സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, നാം ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങളാണോ? ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ ദൈവവചന പഠനം നമുക്കൊരു പരിശോധന ഉളവാക്കട്ടെ. നാം സത്യത്തിൽ സഭ എന്ന് പറയുന്ന ദൈവസഭയുടെ അംഗങ്ങളാണോ, അതോ ഏതെങ്കിലും ചില സംഘടനകളുടെ വക്താക്കളാണോ, ചില വ്യക്തികളുടെ കൂടെ നിൽക്കുന്നവരാണോ, അതോ സത്യത്തിൽ ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങളാണോ? हमें ये परखना है, अपने आप को जांचना है कि क्या हम सही में परमेश्वर की कलीसिया का अंग है, या कोई व्यक्ति का साथ है, या कोई ऑर्गेनाइजेशन का साथ है. हमें परखना है. अगर हम परमेश्वर की कलीसिया का अंग नहीं है तो हम कलीसिया में नहीं है. നാം ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളല്ല എങ്കിൽ സത്യത്തിൽ ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുകയില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നാം തിരിച്ചറിയണം, സഭ ദൈവത്തിൻ്റെതാണ്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാം മത്തായി സുവിശേഷം 16 अध्याय അതിന്റെ 18 वाक्य. मत्ती रचित सुसमाचार 16 का 18 भी देखेंगे. मैथ्यू चैप्टर 16 वर्स 18. और मैं भी तुझसे कहता हूं कि तू पतरस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा और अधोलोक के फाटक उस पर प्रबल न होंगे. നീ പത്രോസ് ആകുന്നു. പത്രോസെ നീ പാറയാകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഭ ആരുടേതാണ്? യേശു ക്രിസ്തുവിൻ്റെതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സഭയാണെന്ന് നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു. യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്, സഭ എന്റേതാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന്. ഹല്ലേലൂയ. മറ്റൊരു തെളിവും നമുക്ക് ആവശ്യമില്ല. യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, അതെ, ദൈവത്തിന്റെ സഭയെ എന്റെ സഭ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നതിൽ നിന്നും യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്വയം തെളിയിക്കുകയാണ്. क्या प्रभु यीशु मसीह कहीं कभी कहा है कि मैं परमेश्वर हूं? हाँ, यहीं पे कहा है. कैसे? क्योंकि वचन में हमने पढ़ा कलीसिया परमेश्वर का है. और यहां पे मत्ती रचित सुसमाचार 16 का 18 में प्रभु यीशु मसीह कहता है, कलीसिया मेरी है. अगर ऐसा दावा करने के लिए कोई चाहता है तो प्रभु यीशु के अलावा कोई भी नहीं कहा है कि कलीसिया मेरा है. इसके अर्थात प्रभु यीशु मसीह ही परमेश्वर है, क्योंकि कलीसिया परमेश्वर का है और कलीसिया यीशु मसीह का है करके यीशु मसीह भी दावा किया है. വേറൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3 अध्याय അതിന്റെ 15 वाक्य. पहला तिमोथियो की पत्रिका उसके 3 अध्याय 15वीं आयत. फर्स्ट तिमोथियोस चैप्टर 3 verse 15. 1 തിമോത്തിയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇവിടെ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ചത്ത ദൈവത്തിന്റെ അല്ല, ജീവനില്ലാത്ത ദൈവത്തിന്റെ അല്ല, ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ.
कि यदि मेरे आने में देर हो तो जान ले कि परमेश्वर का घर, जो जीवित परमेश्वर की कलीसिया है और जो सत्य का खंभा और नेव है, उसमें कैसा बर्ताव करना चाहिए। कलीसिया परमेश्वर का है, परमेश्वर जीवित परमेश्वर है, इसलिए कलीसिया भी जीवन से भरा हुआ है। ഹല്ലേലൂയ. ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സഭ, അങ്ങനെയെങ്കിൽ അതും ജീവനുള്ളതായിരിക്കണം. സഭ എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ 3 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സഭ എന്നത് ദൈവത്തിൻ്റെതാണ്, യേശു ക്രിസ്തുവിൻ്റെതാണ്, ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. ये तीनों वचन से हमें यह मालूम पड़ता है कि कलीसिया प्रभु यीशु मसीह का है, अर्थात जीवित परमेश्वर का है. दूसरी बात हम देखेंगे, पहला कुरिन्थी 3 अध्याय उसका 17वीं आयत. 1 കൊരിന്ത്യർ 3 അധ്യായം അതിന്റെ 17 വാക്യം കൂടെ നമുക്ക് നോക്കാം. 1 Corinthians chapter 3 verse 17. 1 കൊരിന്ത്യർ 3:17. 1 Corinthians 3:17. यदि कोई परमेश्वर के मंदिर को नाश करेगा तो परमेश्वर उसे नाश करेगा, क्योंकि परमेश्वर का मंदिर पवित्र है और वह तुम हो. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതെ, ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. परमेश्वर का मंदिर पवित्र है. ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധമാണ്. രണ്ടാമത്തെ പ്രത്യേകത, ദൈവസഭ എന്നത് വിശുദ്ധമാണ്. ഒന്നാമത് നാം കണ്ടു, സഭ ദൈവത്തിൻ്റെതാണ്. രണ്ടാമത് നാം വായിക്കുന്നു, സഭ വിശുദ്ധമാണ്. അതിനെ നാം വായിച്ച ആദ്യ കുറിവാക്യത്തിലുണ്ട്, അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ 1 अध्याय അതിന്റെ 2-3 വാക്യങ്ങൾ. आइए हम पहले जो वचन पढ़ा था वहीं में वापस आएंगे, वहां पर भी वही लिखा है. 1 കൊരിന്തി 1 अध्याय 2 और 3 आयत. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും परमेश्वर की उस कलीसिया के नाम जो कुरिन्थिस में है, अर्थात उनके नाम जो मसीह यीशु में पवित्र किए गए हैं. हम जो कलीसिया में है, जो कलीसिया में होते हैं, वो परमेश्वर से पवित्र किए हुए जन हैं. Those who are sanctified by God are in the church. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് ദൈവസഭയിലുള്ളത്. നമ്മൾ ദൈവസഭയിലാണെന്ന് വയ്ക്കുക. നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവസഭയുടെ അംഗങ്ങളാകുന്നില്ല. ബയോളജിക്കൽ ഗ്രോത്ത് ദൈവസഭയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ദൈവസഭയിലുള്ള നമ്മുടെ മക്കൾ അവരും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കാരണം അവർ നമ്മുടെ മക്കളായതുകൊണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. പക്ഷേ അവർ സ്വയം, നമ്മൾ ആ ഭാഗത്തിലേക്ക് വരുന്നുണ്ട്, ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ സഭയുടെ അംഗങ്ങളായി തീരുന്നത്. അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം.
तो दूसरी बात जो हम सीख रहे हैं कि परमेश्वर की कलीसिया पवित्र है, क्योंकि यहां पे हमने पढ़ा है कि मसीह यीशु में पवित्र किए हुए जन का झुंड है കലീസിയ. നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. നാം യേശു ക്രിസ്തു മൂലം വിശുദ്ധീകരിക്കപ്പെട്ടവരാണോ? വിശുദ്ധീകരണം എന്ന പദത്തിന് ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. മിസ്രയീമിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്നത് മരുഭൂമിയിലെ സഭ എന്നാണ്. മരുഭൂമിയിലെ സഭ. അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. കാരണം എന്താണ്? അവർ മിസ്രയീമിൽ നിന്ന് ദൈവത്താൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. ഈജിപ്തിൽ അവർ അടിമകളായിരുന്നു, ഫറവോന്റെ അടിമകളായിരുന്നു. ആ യഹൂദ ജനം പെസഹ ആചരിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ വന്നപ്പോൾ ചോരത്തളി ആചരിക്കാത്ത എല്ലാ കുടുംബങ്ങളിലെയും ആദ്യജാതന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ രക്തമടയാളമായി കണ്ട ഭവനങ്ങളെ വിട്ടൊഴിഞ്ഞുപോയി. അന്ന് അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അന്ന് അവർ വിടുവിക്കപ്പെട്ടവരാണ്. അന്ന് അർദ്ധരാത്രിയിൽ അവർ തങ്ങളുടെ യാത്ര ആരംഭിച്ചു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട്, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി അവർ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നാമും ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായി, ദൈവിക വാഗ്ദത്തമായ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. हम भी जैसे मिस्र से प्रभु परमेश्वर अपने जन को छुड़ाया था, वो पेसह का पर्व आचरण करके उस दिन, उस रात में परमेश्वर ने उनको बचाया, उनको छुड़ाया और अपने लिए अलग किया. वो एक यात्रा का आरंभ वहां पे किया था. वो यात्रा परमेश्वर की वायदा पाने के लिए कनान देश की ओर जा रहा था. उसी प्रकार हम भी परमेश्वर ने वायदा किया हुआ स्वर्गीय कनान की ओर जा रहे हैं. उसी के लिए परमेश्वर ने हमें पवित्र किया है, इस दुनिया से अलग किया है. इसलिए हमें परखना है, क्या हम इस दुनिया के अनुसार चल रहे हैं या एक अलगदाई में जी रहे हैं. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് സഭ. നാം സഭയിലെ അംഗങ്ങളാണെങ്കിൽ, ദൈവസഭയിലെ അംഗങ്ങളാണെങ്കിൽ, നാം ഈ ലോകത്തിന്റെ നടപ്പ് പോലെയാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കുക. ഈ ലോകത്തിന്റെ നടപ്പനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നാം ദൈവസഭയിലെ അംഗങ്ങളല്ല എന്ന് തിരിച്ചറിയണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവിടെ ദൈവസഭയിലെ അംഗങ്ങളുടെ പഴയ നടപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. एफिसियों की पत्री 2 अध्याय में आए, वहां पे ये लिखा है, पहले कलीसिया के लोग कैसे चल रहे थे, और उसने तुम्हें भी जिलाया जो अपने अपराधों और पापों के कारण मरे हुए थे, जिनमें तुम पहले इस संसार की रीति पर और आकाश के अधिकार के हाकिम अर्थात उस आत्मा के अनुसार चलते थे. पहले संसार की रीति के अनुसार चलते थे और दुष्ट आत्मा के अनुसार चलते थे, जो अब भी आज्ञा ना मानने वालों में कार्य करता है. इनमें हम भी सबके सब पहले अपने शरीर की लालसाओं में दिन बिताते थे और शरीर और मन की मनसाएं पूरी करते थे, और लोगों के समान स्वभाव ही से क्रोध के संतान थे.
നമ്മുടെ പഴയ നടപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയിൽ ഇന്ന് അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളുടെ നേരത്തെ സ്വഭാവം, നേരത്തെ ജീവിതത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നവരായിരുന്നു. ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ പൈശാചിക ചിന്തകൾക്ക് അനുസരിച്ച് നടന്നവരായിരുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നടന്നവരായിരുന്നു. അത് പഴയ നടപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ദൈവസഭയിലുള്ളവർ ഈ മൂന്ന് നടപ്പിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദൈവസഭയിലെ അംഗങ്ങളായി തുടരുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായി പറയുന്നു, പഠിപ്പിക്കുന്നു. കാരണം അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അവർ ഇങ്ങനെ നടക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. सैंक्टिफाइड ग्रुप, और उसमें यह लिखा है, एफेसियों की पत्रिका 5वां अध्याय में आइए, उसका 26 और 27 देखिए. एफेसियर 5 26-27 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എഫേസ്യൻസ് chapter 5 verses 26 and 27. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സഭയുടെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത്. സഭ എങ്ങനെയുള്ളതാണ്? യേശു ക്രിസ്തുവിനാൽ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തീർത്തതാണ് ദൈവത്തിന്റെ സഭ. യേശുവിന്റെ രക്തത്താലാണ് സംഭവിച്ചിരിക്കുന്നത്, കറയും ചുളുക്കവുമില്ലാതെ. യഹാ पे लिखा है कि उसको वचन के द्वारा मसीह ने कलीसिया से प्रेम करके अपने आप को उसके लिए दे दिया कि उसको वचन के द्वारा जल के स्नान से शुद्ध करके पवित्र बनाए और उसे एक ऐसी तेजस्वी कलीसिया बनाकर अपने पास खड़ी करे जिसमें ना कलंक, ना झूरी, ना कोई और ऐसी वस्तु हो, वरन पवित्र और निर्दोष हो. कलीसिया पवित्र और निर्दोष है. हालेलुया. परमेश्वर ने अपने जनों को पवित्र किया है, अपने लिए अलग किया है. अपने आप को परखे, क्या मैं परमेश्वर के लिए एक अलगदाई जीवन बिता रहा है या इस दुनिया के साथ साथ चल रहा है? നമ്മളെ തന്നെ പരിശോധിക്കാം. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണോ? വിശുദ്ധരായി ജീവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ഹീബ്രൂസ് chapter 12 verse 23. इब्रानियों की पत्रिका 12:23. और लाखों स्वर्गदूत और उन पहलोटों की साधारण सभा और कलीसिया जिनके नाम स्वर्ग में लिखे हुए हैं, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. ഹല്ലേലൂയ. ഈ സഭയുടെ ഒരു പ്രത്യേകത, ഇതിലെ അംഗങ്ങളുടെ പേരെല്ലാം സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നു. നാം ഇവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ പേര് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതും. ഒരു സംഘടനയിൽ നാം അംഗമാകുമ്പോൾ അവരുടെ രജിസ്റ്ററിൽ നമ്മുടെ പേരെഴുതും.
നാം ഒരു രാജ്യത്ത് ജനിക്കുമ്പോൾ ആ രാജ്യത്തെ പൗരത്വ പട്ടികയിൽ നമ്മുടെ പേരെഴുതും. നമ്മൾ അവിടുത്തെ സിറ്റിസൺസ് ആകും. അതുപോലെ ഒരുവൻ ദൈവരാജ്യത്തിൽ ദൈവസഭയുടെ അംഗമാകുമ്പോൾ സ്വർഗത്തിൽ ആദ്യജാതന്മാരുടെ പേരിൽ അവരുടെ പേര് ചേർക്കപ്പെടും. എന്തുകൊണ്ടാണ് ആദ്യജാതന്മാരുടെ പേര്? നാം ഒരിക്കലും അത് പഠിച്ചിട്ടുള്ളതാണ്. ആദ്യജാതന്മാരെയാണ് വീണ്ടെടുക്കുന്നത്. ആദ്യജാതന്മാരെ വീണ്ടെടുത്ത്, കാരണം ആദ്യജാതന്മാർ ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന് സമർപ്പിക്കണം. അതുകൊണ്ട് അവരെ വില കൊടുത്ത് വാങ്ങി തങ്ങൾക്കായിട്ട് സൂക്ഷിക്കും, തങ്ങൾ അവരെ സംരക്ഷിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തിയിൽ നാം വായിച്ചു, അവൻ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭ. നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്, വീണ്ടെടുത്തതാണ്. അതുകൊണ്ടാണ് നാം എല്ലാവരും ആദ്യജാതന്മാരെന്ന് പറയുന്നത്. അങ്ങനെ ആദ്യജാതന്മാരായവരുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. ഫിലിപ്പിयों का पत्रिका 3रा अध्याय उसका 20वां आयत पढ़े। पर हमारा स्वदेश स्वर्ग पर है और हम एक उद्धारकर्ता प्रभु यीशु मसीह के वहां से आने की बाट जोह रहे हैं। നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കും. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നാം സ്വർഗീയ പൗരന്മാരാണ്. അപ്പൊ ദൈവസഭയിലെ അംഗങ്ങൾ ആരാണ്? സ്വർഗത്തിലെ പൗരന്മാരാണ്. ദൈവത്തിന്റെ സ്വർഗത്തിലെ അംഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹം जो कलीसिया के अंग है, स्वर्ग के संतान है, स्वर्ग के राज्य के जन है, हमारा नाम स्वर्ग में लिखे गए हैं. इसलिए प्रभु यीशु मसीह उनके पास खुशी से आया हुआ उनके चेलों से कहा कि तुम इसमें आनंदित हो कि तुम्हारा नाम स्वर्ग में लिखा गया है. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന സന്തോഷത്തോടെ ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് കടന്നു വന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചാനന്ദിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെ ആദിജാതന്മാരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവരുടെ കൂട്ടമാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. एफेसियों की पत्रिका 2रा अध्याय उसका 19वां आयत भी पढ़िए। इसलिए तुम अब विदेशी और मुसाफिर नहीं रहे, परंतु पवित्र लोगों के संगी, स्वदेशी और परमेश्वर के घराने के हो गए. ഹല്ലേലൂയ. നാം ഇപ്പോൾ ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാണ്, സ്വർഗീയ പൗരന്മാരാണ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. पहला तिमोथी 3रा अध्याय उसका 15वीं आयत देखिए. वहां पर भी ये लिखा है कि यदि मेरे आने में देर हो तो जान ले कि परमेश्वर का घर जो जीवित परमेश्वर की कलीसिया है और जो सत्य का खंभा और नेव है उसमें कैसा बर्ताव करना चाहिए. यहां पर लिखा है परमेश्वर का घर. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ കുടുംബം എന്നാണ് യഥാർത്ഥ തർജിമ. ദൈവത്തിന്റെ കുടുംബം. അപ്പോൾ സഭ എന്ന് പറയുന്നത്, സഭയിലുള്ളവർ ദൈവത്തിന്റെ കുടുംബാംഗങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുടുംബാംഗങ്ങൾ. ഓ कौन होता है? परमेश्वर का घर का अंग होते हैं जो कलीसिया के अंग है. परमेश्वर का घर का एक परिवार का अंग है. एफेसियों का पत्रिका 2 अध्याय में आइए. एफेसियंस चैप्टर 2. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം നേരത്തെ വായിച്ച വേദഭാഗമാണ് 2:19 നാം ദൈവത്തിന്റെ ഭവനക്കാരത്രേ. വി ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. സഭയുടെ പ്രത്യേകത, നാം ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് സഭയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് एफिसियों की पत्रिका 1 अध्याय उसका 23वां आयत देखिए. एफिसियंस चैप्टर 1 verse 23. എഫേസ്യ ലേഖനം 1:23 വാക്യം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ये उसकी देह है और उसी की परिपूर्णता है जो सब में सब कुछ पूर्ण करता है. तो कलीसिया क्या होता है? प्रभु यीशु मसीह का देह है, शरीर है. प्रभु यीशु मसीह का शरीर है जिसमें प्रभु परमेश्वर का परिपूर्णता रहते हैं. हालेलुया. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ 3:16 നാം വായിച്ചു, എൻ്റെ ആലയം വിശുദ്ധമാണ്. ആലയം എന്ന പദം സഭ, നിങ്ങൾ അതിൻ്റെ അംഗങ്ങളാണ്. 3:16. 1 കൊരിന്ത്യർ 3:16 നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. നാം ആണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തികൾ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മെ വിശുദ്ധിയിൽ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹം परमेश्वर के मंदिर है. हमारा शरीर परमेश्वर के मंदिर है और इस मंदिर को पवित्रताई में रखना हमारा कर्तव्य है. नहीं तो क्या होगा? देखिए 1 कोरिन्थी 6वां अध्याय उसका 19वां आयत. 1 कोरिन्थर 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 6:19. क्या तुम नहीं जानते कि तुम्हारी देह पवित्र आत्मा का मंदिर है जो तुम में बसा हुआ है और तुम्हें परमेश्वर की ओर से मिला है और तुम अपने नहीं हो, क्योंकि दाम देकर मोल लिए गए हो, इसलिए अपने देह के द्वारा परमेश्वर की महिमा करो. हालेलुया. परमेश्वर की महिमा अपने शरीर के द्वारा होना चाहिए. अपने शरीर को जो कलंक करता है उसको परमेश्वर नाश करेगा. 1 कोरिन्थी 3 अध्याय उसका 16 में हमने पढ़ा है, क्या तुम नहीं जानते कि तुम परमेश्वर का मंदिर हो और परमेश्वर का आत्मा तुम्हें वास करता है? यदि कोई परमेश्वर का मंदिर को नाश करेगा तो परमेश्वर उसे नाश करेगा, क्योंकि परमेश्वर का मंदिर पवित्र है और वह तुम हो. നമ്മെ ദൈവം വിശുദ്ധീകരിച്ച് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് കർത്താവിന്റെ ശരീരമായി ദൈവത്തിന്റെ സഭയായി നിർത്തിയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നാം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്.
നമ്മെ തന്നെ പരിശോധിക്കാം. എത്രമാത്രം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നമുക്ക് വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കണ്ണിനെ, നമ്മുടെ കൈകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വായ്, നമ്മുടെ കാല്, കയ്യ്, ഓരോ അവയവങ്ങളെയും വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവ സഭയായിട്ട് നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. നാം അതിന് നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. हम अपने आप को जांच करें कि क्या हमारा शरीर के एक एक अंग परमेश्वर के लिए हमने पवित्र किया है. हमारे आंखों को, हमारे कान को, हमारे मुंह को, जीभ को, हमारे हाथ को, पांव को, हमारे हृदय को क्या पवित्रता में रखने के लिए हम कोशिश करते हैं. अगर यदि करेगा तो परमेश्वर की आत्मा हम में वास नहीं करेगा, हम परमेश्वर का मंदिर नहीं कहलाएंगे. इसलिए अपने आप को जांचे परखे और पवित्र होने के लिए परमेश्वर के पास आए. ദൈവത്തിന് സ്തോത്രം. ഇനി അനേക കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ വരും ദിവസങ്ങളിൽ അധികമായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അതിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 16 അധ്യായത്തിന്റെ 18 വാക്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. മാത്യു chapter 16 verse 18. मत्ती का रचित सुसमाचार 16 का 18 देखें. और मैं भी तुझसे कहता हूं कि तो पतरस है और मैं इस पत्थर पर अपनी कलीसिया बनाऊंगा और अधोलों के फाटक उस पर प्रबल ना होंगे. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയെ പണിയുന്നത് കർത്താവാണ്. മറ്റാർക്കും സഭയെ പണിയുവാൻ കഴിയുകയില്ല. സഭയെ പണിയുന്നത്, സഭയെ വളരുമാറാക്കുന്നത് എല്ലാം ദൈവമാണ്. മനുഷ്യർക്ക് അത് ചെയ്യുവാൻ കഴിയുകയില്ല. എഫേസ്യ ലേഖനം 2 അധ്യായത്തിന്റെ 22 वाक्യം കൂടെ നമുക്കൊന്ന് വായിക്കാം. एफिसियों के पत्रिका 2 अध्याय उसका 22वां आयत देखिए. एफिसियंस 2:22. जिसमें तुम भी आत्मा के द्वारा परमेश्वर का निवास स्थान होने के लिए एक साथ बनाया जाते हो. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. യു ആർ ബിൽറ്റ് ബൈ ഗോഡ്, ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. യു ആർ ബിൽറ്റ് ടുഗദർ ഇൻ ടു എ ഡ്വെല്ലിംഗ് ഓഫ് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. നമ്മെ ദൈവത്തിന്റെ ആത്മാവാണ് പണിയുന്നത്. സഭയെ പണിയുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നമുക്കാർക്കും പണിയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവാത്മാവിന്റെ പണിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ സഭയിൽ നമുക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം വളരുവാൻ കഴിയുകയില്ല. നാം വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരണം. അതിന് സഭയിൽ ദൈവം ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. हम प्रभु यीशु मसीह के उतना बटना है, उसके जैसे होना है. वो अगर हम अपने आप को परमेश्वर के हाथों में समर्पण करता है तो परमेश्वर हमें उनके अनुसार बनाएगा. पवित्र आत्मा उसके लिए सहायता करता है और उसके लिए प्रभु परमेश्वर कलीसिया में प्रेरितों को यहां पे लिखा है 4:11 देखिए. एफिसियों का पत्रिका 4:11. एफिसियंस 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും
ചിലർ പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. കിസ്ലിയെ രഖാ ഹേ कुछ लोगों को प्रेरित नियुक्त करके, कुछ को भविष्यवक्ता नियुक्त करके, कुछ को सुसमाचार सुनाने वाला नियुक्त करके और कितनों को रखवाले और उपदेशक नियुक्त करके दे दिया है कि पवित्र लोग सिद्ध हो जाएं। हमें सिद्ध करने के लिए परमेश्वर कलीसिया में कुछ लीडर्स को रखा है। हालेलुया। यही वचन हमने प्रेरितों के पत्रिका 20वें अध्याय में भी पढ़ा था। वहां पे प्रेरित पौलुस कलीसिया के नेताओं को बुला करके कहते हैं, तुम्हें पवित्र आत्मा ने अर्थात प्रभु परमेश्वर ने कलीसिया में स्थापित किया है कि तुम लोगों की आत्मिक उन्नति के लिए कार्य करें, भेड़ों की आत्मिक उन्नति के लिए कार्य करे. ആടുകളെ ഒരുക്കിയെടുക്കുവാൻ വേണ്ടി സഭയിൽ ദൈവം നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നു എന്ന് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പൗലോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നാം വായിച്ചതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. हालेलुया. एक और बात हम देखेंगे, पहला कोरिन्थी पहला अध्याय उसका दूसरा आयत हमने पढ़ा था, उसको एक बार फिर से देखेंगे. 1 कोरिन्ത്യർ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അവിടെ സഭയുടെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. पहला कोरिन्थी पहला अध्याय दूसरी आयत. उन सबके नाम भी जो हर जगह हमारे और अपने प्रभु यीशु मसीह के नाम की प्रार्थना करते हैं. അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കൂട്ടർ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ സഭയുടെ ഒരു പ്രത്യേകതയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മറ്റ് വിശുദ്ധന്മാരുടെ നാമത്തിലല്ല, വിശുദ്ധന്മാരോടല്ല പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. कलीसिया कौन होता है? प्रभु यीशु मसीह के नाम से प्रार्थना करते हैं कलीसिया के लोग, दूसरे कोई व्यक्ति के नाम से नहीं, प्रभु यीशु मसीह के नाम से प्रार्थना करते हैं. उनका झुंड है कलीसिया. यूहन्ना का पत्रिका, यूहन्ना का सुसमाचार 16 का 23 और 24 देखिए. जॉन चैप्टर 16 वर्स 23 and 24. उन दिन तुम मुझसे कुछ ना पूछोगे, मैं तुमसे सच सच कहता हूं, यदि पिता से कुछ मांगोगे तो वह मेरे नाम से तुम्हें देगा. अब तक तुमने मेरे नाम से कुछ नहीं मांगा, मांगो तो पाओगे ताकि तुम्हारा आनंद पूरा हो जाए. നിങ്ങൾ ഇന്ന് വരെ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. എന്റെ നാമത്തിൽ അപേക്ഷിക്കുവിൻ. ആരോട്? പിതാവിനോട് അപേക്ഷിക്കുവിൻ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതിന്റെ 26-ാമത്തെ വാക്യം നോക്കി. 26 വേഴ്സ് 26. देखिए, उस दिन तुम मेरे नाम से मांगोगे और मैं तुमसे यह नहीं कहता कि मैं तुम्हारे लिए पिता से विनती करूंगा. तुम मेरे नाम से मांगोगे. कलीसिया के लोग प्रभु यीशु मसीह के नाम से पिता से प्रार्थना करेंगे. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. അതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അനേക പ്രത്യേകതകളുണ്ട്.
അത് പിന്നീട് എപ്പോഴെങ്കിലും ദൈവഹിതമായാലും നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് യെശയ്യാവിന്റെ പുസ്തകം 56 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യെശയ്യാ का भविष्यवाणी 56 का 7वीं आयत देखिए. यशायाह चैप्टर 56 वर्स 7. उनको मैं अपने पवित्र पर्वत पर ले आकर अपने प्रार्थना के भवन में आनंदित करूंगा. उनके होम बलि और मेल बलि मेरी वेदी पर ग्रहण किए जाएंगे, क्योंकि मेरा भवन सब देशों के लोगों के लिए प्रार्थना का घर कहलाएगा. ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവസഭയുടെ മറ്റൊരു പേരാണ് പ്രാർത്ഥനാലയം, ഹൗസ് ഓഫ് പ്രയർ. That another name of church is house of prayer. അവിടെ പ്രാർത്ഥന നടക്കും. ദൈവത്തിന്റെ ആലയത്തിൽ പ്രാർത്ഥന നടക്കും. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വെളിപ്പെടുന്ന സ്ഥലമാണ് സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ തന്നെ പിതാവായ ദൈവം അതിന്റെ പ്രഖ്യാപനം ചെയ്തു. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രത്യേക ഒരു ജാതിയിൽ നിന്ന് മാത്രമല്ല, യഹൂദന്മാർ മാത്രമല്ല, യവനന്മാർ മാത്രമല്ല, ഏതു ജാതിയിൽ നിന്നും ആളുകൾ കടന്നു വന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് അവൻ ദൈവത്തിന്റെ സഭ, പ്രാർത്ഥനാലയം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആലയത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനിയും ചില കാര്യങ്ങൾ കൂടെ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കുവാനുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെയൊക്കെ നമുക്ക് പഠിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. अभी हमने कुछ समय कुछ विषय परमेश्वर के कलीसिया के बारे में सीखा है, और भी कुछ बातें सीखने के लिए है. आने वाले दिनों में प्रभु की इच्छा हो तो हम उसको सीखेंगे. उसके लिए परमेश्वर हमारा सहायता करे, उसी के लिए प्रार्थना करें. और आइए हम प्रार्थना करेंगे, प्रभु की धन्यवाद करेंगे कि कलीसिया के बारे में इतना कुछ बातें हमें सीखने के लिए परमेश्वर ने सहायता किया. परमेश्वर के धन्यवाद दें. आप सबको परमेश्वर आशीष दें. हालेलुया. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ വിഷയത്തെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയുടെ അംഗങ്ങളാണോ? എന്താണ് സഭ? അതിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണോ? കറയും കളങ്കവും ചുളുക്കവും ഇല്ലാതെ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം പ്രാർത്ഥിക്കുന്നവരാണോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരാണോ? എത്രത്തോളം നമുക്ക് സഭയുടെ അംഗങ്ങളായിട്ട് നിൽക്കുവാൻ കഴിയുന്നുണ്ട്? നാം ദൈവഭവനത്തിന്റെ അംഗങ്ങളാണോ? നാം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണോ? പ്രാർത്ഥനാലയങ്ങളായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ പരിശോധിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. बढ़ेंगे साथ मिला के हाथ, पहुंचेंगे